നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് യെസ്. സോ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറിലല്ലാട്ടോ പോണത്, ട്രെയിനിലാണ് പോണത്. കാർ അവിടെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലിട്ട് നമ്മൾ യെസ്. അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗാണ് വരുന്നത്. അതില് എല്ലാരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെല്ലാരും കൂടിയിട്ട് ലൈക്ക് ചെയ്യുക, എല്ലാവരും നമ്മുടെ കമന്റ് ചെയ്യുക, നമ്മൾ സൂപ്പർ കപ്പിളാന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാം. അങ്ങനൊക്കെ ചെയ്യാം. അപ്പോ ബാക്കി വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത് നേരെ കോയമ്പത്തൂരിക്കാണ്. അത് തൃശ്ശൂരിൽ നിന്നാണ് കയറുന്നത്. ആൻഡ് നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നിങ്ങൾ പരമാവധി കാറ് വീട്ടിൽ വെച്ചിട്ട് വന്നു. ഭയങ്കര 600 രൂപ 3 ദിവസത്തിന്. പാവൻ്റെ കൊച്ച് തലടിച്ച് അത് ഈ കമ്പിയുമായി. ഞങ്ങളുടെ മുന്നിൽ വെച്ചെന്ന ഞങ്ങളുടെ റീലൊക്കെ ഓരോരുത്തർക്ക് വരണുണ്ട്. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പെങ്കൊച്ചും ഒരു ആങ്കൊച്ചും കൂടിയിട്ട് ഇത് നിങ്ങളല്ലേ എന്നൊക്കെ എന്താ ചെയ്യുക, ഫുൾ ഫാൻസായി പോയി ഞങ്ങൾക്ക്. ഞങ്ങൾ കംഫർട്ടബിൾ, ഞങ്ങൾക്ക് ബെഡ് കിട്ടും. ഞങ്ങൾ ഉറങ്ങി എണീച്ചു. ഞങ്ങൾ ഇവിടെ ഉറങ്ങുന്നു. ആക്ച്വലി ഞങ്ങൾ വന്നേക്കണ ട്രെയിനിലല്ല, സൂല വന്നേക്കണം. ഭയങ്കര ഗർജന ഇവിടെ. ഞങ്ങളെത്തി നമ്മുടെ സ്ഥലത്തെത്തിയില്ലല്ലോ. സൂപ്പറായിരിക്കൂല നമ്മുടെ പൈസ കയറായി. നമ്മളിപ്പോ ബാംഗ്ലൂർ റൂമൊന്നും തരയില്ല, റൂമൊന്നും എടുത്തിട്ട് കൂടി ഇല്ല. എന്നിട്ട് അവിടെ പറയുന്നത് മജസ്റ്റിക്കിലാണ് വന്നറിയിക്കണേ. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം ചിക്പേട്ട് മാർക്കറ്റിൽ പോവാ. അവിടുന്ന് കുറേ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിക്കില്ല, കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് അടിപൊളിയാക്കും. അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. കളർഫുൾ ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ റൂം എടുത്തു. ഞങ്ങൾ തിന്നാൻ പോവാം, ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങളിനി മൈക്കൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല മൈക്ക്. എത്ര നേരമായി നടക്കണു. നമുക്ക് ഇന്ന് മൈക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു മുളക്കാത്ത സൈസില് വില 40,000 രൂപ ഞങ്ങൾക്ക് എന്തിനാ മൈക്ക്? ഞങ്ങൾ അത്രയും വലിയ റിയൽ യൂട്യൂബേഴ്സ് ഒന്നും അല്ലല്ലോ. ഞങ്ങൾ ചുമ്മാ വെറുതെ ഇത് കളിക്ക് തുടങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 അല്ലേ? സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഞങ്ങള് ശരിക്കും മൈക്ക് എന്തായാലും മേടിക്കും. ഇന്നലെ ടെസ്റ്റ് ചെയ്തു അല്ലേ? പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വിചാരിച്ചു ഓവർ പ്രൈസ് ആയി തോന്നി. അപ്പം ഇന്ന് എന്തായാലും മേടിക്കും. സോ നമുക്ക് സെക്കൻഡ് നാളെയാണ് നമ്മുടെ മെയിൻ ഡേ. മിക്കവാറും ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ നാളെയാണ് നമ്മുടെ മെയിൻ ഡേ ചിക്പേട്ട്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി. അത് നമ്മൾ വേറെ ഒക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയപ്പോ ഒടുക്കത്തെ മഴ. അത് എന്ത് ക്ലൈമറ്റാ? ബാംഗ്ലൂരൊക്കെ മഴയോ അല്ലേ? വെറുതെ മൂട് കളയാൻ വേണ്ടിട്ടൊരു മഴ. അയ്യോ, സോ ഫുഡീസ് അല്ലല്ലോ നമ്മുടെ ആൾക്കാര്. യെസ്. അപ്പം ഞങ്ങള് ഓട്ടോ വിളിച്ചു. അതാണ് നല്ലത്. കാരണം മഴ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയുടെ മുടി എന്തോ ആവും. എനിക്ക് പിന്നെ മുടിയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവളുടെ മുടി നമ്മളെ ഭാര്യയുടെ കാര്യം അത് നോക്കണല്ലോ.
സൂപ്പർ വീഡിയോസ് ആയിരിക്കും. നമുക്ക് ബാലൻസ് ഉള്ള വീഡിയോസ് ഇല്ലേ, നമ്മൾ കുറെ വോയിസ് ഇടാണ്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. വാസലിന് പഠിക്കണം. ഒരു വാസലിന് വില എത്ര വില പറയണേ? 150-150 പറയും. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ മൈക്കൊക്കെ മേടിച്ചു. അല്ല പിന്നെ നമ്മുടെ കളി ഞങ്ങൾ മൈക്ക് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ വീശി ഒന്നും നോക്കിയില്ല. യെസ്, സോ നമ്മൾ മൈക്ക് വെച്ചുള്ള കളിയാ, മൈക്ക്. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഇതേ സൈഡ് അല്ലീന മജസ്റ്റിക് ഒന്നുമില്ല, ഗാന്ധിനഗർ വഴി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതാ ബാക്കിൽ ഒരാൾ എന്തൊക്കെയാ പറയേണ്ടത് നമ്മുടെ ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ. മൈക്ക് മേടിച്ചിട്ട് ബൈക്ക് സൂപ്പർ സാറും സൂപ്പർ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൻ്റെ നഗരത്തിലൂടെ ഇവിടെ ഒക്കെ നല്ല ചീപ്പാ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക ആൾക്കാർ. ഞങ്ങൾ കാണുമ്പോൾ റിച്ചാ തോന്നുന്നു. എല്ലാവരും ഭയങ്കര പൈസകളാ. ഹായ്, ഈ ഇവിടെ ഒരു മാർക്കറ്റ് എന്ത് ഭയങ്കര തിരക്ക്. അല്ലിന്ന് കാണാല്ലേ ഞങ്ങൾ മാർക്കറ്റ് അനുസരിച്ച്. ഓ, തീരെ തിരക്കില്ലാത്ത മാർക്കറ്റ്. പക്ഷെ ഇതിലും തിരക്കാവുന്ന മൺഡേ, പക്ഷെ സൺഡേ. ഇത് ഇവനൊരു ഷൂ ഇടാൻ മുക്കണയാണ് ഗൈസ്. നോക്കട്ടെ. ഓ, ഇത് കറക്റ്റാ. പക്ഷെ ഇത് നിങ്ങളെ റേറ്റ് പറയും നമ്മൾ ആവശ്യമില്ല. എനിക്ക് തരാണ്ട് ഇവൻ പുതിയ ഷൂ മേടിച്ചിട്ടു. ഷൂ ഇത് പുതിയൊന്നുമല്ല കേട്ടാ, ഇത് പുതിയത്. ഇവ കടയിൽ തന്നെ മാറ്റിയിടണമെന്നിട്ട്. അയ്യോ, ഞാനൊരു ബൂട്ട് മേടിച്ചപ്പോഴത്തേനും ആൾക്ക് നമ്മൾക്ക് ബൂട്ട് കിട്ടിയേ പറ്റുള്ളൂ. എന്നിട്ട് ആൾക്ക് കിട്ടിയ ബൂട്ടാ. ഇത് ബൂട്ടാ, ഇതെന്ത് കൂട്ട്. ഞാൻ ഇപ്പൊ പെടലൊക്കെ എനിക്ക് മാത്രം മേടിച്ചു തന്നില്ല. ഞാൻ ഷൂസ് എടുത്തു. ഷൂസ് അവൻ എനിക്ക് മേടിച്ചു തന്നില്ല. എനിക്ക് മാത്രം പഴയ ഷൂ. ഇവൾക്ക് പഴയതേ, ഇവൾക്ക് എത്ര ഷൂസ് ഉള്ളതെന്ന് അറിയോ? ഒരൊറ്റ ഷൂ, ഒരു ഷൂ ഉണ്ട് ഇവൻ എത്ര. ഹായ് അലീന. ഹായ് അലീന. ഇതൊരു ഡുഡുമോൻ. ഹായ് ഡുഡുമോൻ. പേടിച്ചിട്ട് ഞങ്ങളെ നോക്കണം. ഞങ്ങൾ ഏതോ ഒരു മോളിൽ ഞങ്ങളപ്പോ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് ആവാൻ പോയി. യൂട്യൂബേഴ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ അല്ലേ നിക്കണ, അവരുടെ ഒപ്പം എത്തുന്നു. ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞല്ലോ. എത്താനായി. മൈക്ക് മേടിക്കേണ്ട ഒരു കുറവുണ്ടായിരുന്നു. മൈക്ക് മേടിച്ചപ്പോ എല്ലായി. അപ്പൊ വെറുതെ കേട്ടോ, വെറുതെ വന്നിട്ട് സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ വെറുതെ കിടന്ന് അങ്ങോട്ട് കൊണ്ടും തിരിക. അല്ലാണ്ട് അലീനൊന്നും മേടിക്കാനും പോകില്ല. ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്നിക്ക. സ്റ്റുഡിയോയിൽ നീ വാ, സ്റ്റുഡിയോയിൽ വന്നിക്ക. കണ്ടില്ലേ 50 പൈസയുടെ 2 കവറും കൊണ്ട് സ്റ്റുഡിയോയിൽ. അലീനയുടെ ലുക്കാണ് ഇതിൽ പെടാ. അപ്പോൾ ഗൈസ് അവൻ പിന്നെയും എന്നെ കൂട്ടാണ്ട് ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയേക്കാണ്. എനിക്കപ്പോഴും ഡ്രസ്സൊന്നുമില്ല, എനിക്കപ്പോഴും ഇട്ട് നോക്കാനൊന്നുമില്ല. അവന് മാത്രമല്ല. നല്ലൊരു ജിമ്മ. ഇതെന്തോ റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. എനിക്കില്ല ചിലപ്പോ തരാണ്ട് ഷൂ മേടിച്ചോണ്ടാ. ഞാൻ ടീഷർട്ട് മേടിച്ചിട്ട് അവൾ കൊടുക്കണ്ട്. ഞാൻ പറഞ്ഞിട്ടത് എന്നാ എനിക്കിത്. അലീന വെക്ക്. അലീന വെക്കണ നോക്കിട്ട. എന്ത് അലീന നോക്ക്. എന്താ ഇടുക്കി വെക്ക്. അത് വേണ്ടേ, അത് രസമില്ല. ഇതിന് പച്ച രസം ഉണ്ടാവില്ലേ? രസം ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്യ്, നീ ട്രൈ ചെയ്യ്. അപ്പോ ഞാൻ ഈ റെഡ് ലൈറ്റ് എന്തോന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഇത് ഞാൻ ആ ലൈറ്റ് ഓൺ ആക്കാണ്ട് പറയാൻ നോക്കുക. ഹലോ ഹലോ ഹലോ. സോ നമ്മൾ അലീന എന്താ എടുത്തിങ്ങനെ പച്ച ബ്ലാക്കുന്ന അതൊക്കെ ഇടുക്കേണ്ട വേണം. യോ അലീന, ഇതാണ് അലീനയുടെ ഡ്രസ്. തിരി. യെസ് തിരി. ഓ അലീന സൂപ്പർ. ഞാൻ അലീന മറ്റേ ഇട്ടതാ. ഇത് അലീനയുടെ ഏത് മോഡലാ? ഇത് XS, മറ്റേത് M. ബട്ട് ഇത് രസമുണ്ട്. തിരി. ഇതാ രസം മറ്റേനെ കാട്ടി. സോ നമ്മള്
ഞങ്ങളെ പോവാണ്. ബർത്ത്ഡേ ആണ്. 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെ. 3 മണി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഇട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും റിട്ടേൺ വീട്ടിൽ പോവാണ്. ഇന്നാണ് ലാസ്റ്റ്, അയ്യോ ബിഗ് ബോസ് ഡേ എന്നൊക്കെ പറയുന്നത്, ഇന്നാണ് ബാംഗ്ലൂർ ഡേ. സോ നമുക്ക് കണ്ടോക്കാം. ബൈ. മോർണിംഗ് ഗായ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലെങ്കിലാണ് ഒന്ന് വ്ളോഗ് ശരിക്കും മുതലെടുക്കാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗിലാണ് നമ്മൾ സാധനങ്ങൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ മേടിച്ചിട്ട് വരാമെങ്കിൽ. ഇത് വെറുതെ നടക്കുന്നുണ്ടല്ലേ. ഇവിടെ എന്താ പ്രശ്നം? പോലീസിൻ്റെ അടുത്ത് പോകുന്നത്. ഇതാണോ റോഡ്? പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായിട്ട് ഇരിക്കണത്. ഇവിടെ 4:30 വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങി കാട്ടി കിട്ടില്ല. ഇവിടെ വേറെ ഒരു 6 മണിക്കെങ്കിലും വന്നാൽ മതി. ഞങ്ങളിപ്പോ റോട്ടിൽ കൂടെ തേരാപാര നടക്കുക. ഇവിടുന്നൊക്കെ എങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കുക? ഗലീനെ പറഞ്ഞത് ഇവിടെ ഡ്രസ്സ് ഉണ്ടെന്ന്. ഒരു മാങ്ങിയില്ല. റീല് കണ്ടിട്ട് ഒരു ആവശ്യമില്ലാണ് തോന്നുന്നത്. സമയം രാവിലെ 5:47. അപ്പൊ ആരും രാവിലെ എണീച്ചിട്ട് 4 മണിക്ക് 3 മണിക്കൊന്നും വരണ്ട. ഒരു 6 മണി കഴിഞ്ഞ് വന്നാൽ 6:00 ഷോപ്പ് ഇത്ര നേരം തുറന്നില്ല. ഒരു ആൾക്കാർ വെറുതെ വന്നോണ്ടിരിക്കുക ഇവിടെ. ഞങ്ങൾ ആക്ച്വലി 3 മണിക്ക് ഇവിടെ വന്നതാ. ഞാൻ പറഞ്ഞ കള്ളാവോ? 3:30. ഇപ്പോഴും ഇത് ആൾക്കാർ ഇവിടെ നിന്നോണ്ടിരിക്കുക. ഇവിടെ ഒക്കെ ആൾക്കാർ സ്റ്റില്. അലീന, ഈ ബാഗിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു കൊടുത്തേ. മൈക്കൊക്കെ അതിപ്പോ പറയാനല്ലേ. 1000 രൂപക്കാണ് 1000 രൂപക്ക് ഇത്രയും സാധനങ്ങൾ പിടിച്ചത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മള് നിന്നേന് നല്ല വേർത്താണ്. അപ്പൊ ഇന്ന് ബാംഗ്ലൂർ ഇന്നിപ്പോ ബാംഗ്ലൂർ വ്ളോഗാണ്. നമ്മളങ്ങനെ നമ്മുടെ ത്രിഫ്റ്റിങ് കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. നല്ല പുട്ടും മേടിച്ചിട്ടുണ്ട്, ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ട്. ഈ പുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കറക്റ്റില്ല. ഈ പുട്ടില് ചിക്കൻ കറി വെച്ച് തിന്നുന്ന ഒരു ഫീല് നല്ല ടേസ്റ്റ് അല്ലേ ലീന? ലീന. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നുകൂടി പോയിണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പോയപ്പോൾ ഒരു മാങ്ങാണ്ടി കിട്ടിയില്ല. ആകെ വിളിക്കൊരു ക്രോക്സും കിട്ടി. പിന്നെ എന്താ കമ്മൽ വേറെ കിട്ടിയില്ല. ഇനി ഫുഡ് കഴിക്കാം. അവിടുന്ന് ചെസ്സി കിട്ടി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുക. ബീഫ് വിരോധികൾ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. പിന്നെ ബീഫ് കബാബ്. മക്കളെ സൂപ്പർ ബിരിയാണി. നമ്മളിപ്പം ഇനി ബിരിയാണി കഴിച്ചിട്ട് അടുത്ത റൂമിൽ പോവാം. പിന്നെ നല്ല ഫുഡ് അടിയാണ്ടില്ല. അതിപ്പോൾ വയറ് ഫുള്ള് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡ്രസ്സ് കാണിച്ചു തരാൻ സമയം കിട്ടിയില്ല. അയ്യോ, 1 മണിക്കൂർ ലേറ്റ് ആയപ്പോൾ ഒരു ഫുൾ ഡേ പൈസ മേടിക്കും. 9:30 ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തത്. ഒരു 12 മണിയായിട്ടുള്ളൂ. അതിനവർ പറയും ഒരു ദിവസത്തെ ഫുൾ എമൗണ്ട് തരാൻ പറ്റില്ല. അവർ അപ്പം തന്നെ ഇറങ്ങി, സ്പോട്ടിൽ ഇറങ്ങി. നമ്മൾ അങ്ങനെ ചെയ്യണം, അതുകൊണ്ട് നമുക്കൊന്നും വരാണ്ട. നമ്മളിപ്പോ ഇത് ഫുഡീസ് എന്നൊക്കെ ഞാൻ പറയുന്നത്. ഇവിടെ കണ്ടോ, ഞങ്ങൾ ഈ കോഫി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അലീന കുടിക്കണം. അലീന എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങളിപ്പോൾ ലുലുമാളിലാണ്. ലുലുമാളില് അല്ല, അവിടെ വേണ്ട. അപ്പൊ തീരെ മധുരമില്ല. വേറെന്തോ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് കുടിക്കും. ഭയങ്കര ടേസ്റ്റ്. സൗദിയിൽ എന്താ പരിപാടി കേട്ടോ. അലീന ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് കൊട്ടിയ അലീന പറഞ്ഞോ, എനിക്ക് വായ കഴിക്കണം. സോ നമ്മള്
എനിക്ക് കോഫി ആയിരുന്നേലും നല്ല നല്ല മധുരമുള്ള അറിയാം, നല്ലായിരുന്നു. പിന്നെ നമ്മള് ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ ലുലുമാളിലാണ്. ലുലുമാളിലാണ് അല്ലെങ്കിൽ ലുക്ക് ഞാൻ പറഞ്ഞിട്ടാ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ലുക്ക് എന്റെ സ്പോട്ട് ഇതാണ് കേട്ടോ. എന്റെ പുതിയ ചപ്പൽ, എന്റെ പുതിയ കമ്മൽ, ഇവന്റെ ജാക്കറ്റ്, എന്റെ ജീൻസ്, എന്റെ ടീഷർട്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. ഓ, ഞാൻ മാത്രം പഴയ ഡ്രസ്. എനിക്കിപ്പോ മാല മേടിച്ചു തന്നില്ല, എനിക്കിപ്പോ ബ്രേസ്ലെറ്റ് മേടിച്ചു തന്നില്ല, എനിക്ക് മോതിരം മേടിച്ചു തന്നില്ല, എനിക്കൊന്നും മേടിച്ചു തന്നില്ല. പക്ഷെ ഇവിടെ അതൊക്കെ ഉണ്ട്. ചിക്പേട്ടത്തെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതിന് ആദ്യം ക്ഷമ ചോദിക്കണം. ബിക്കോസ് ചിക്പേട്ടിൽ നമ്മൾ ഫോൺ എങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ അടിച്ചുകൊണ്ട് പോകും, ബാഗ് അടിച്ചുകൊണ്ട് പോകും, നമ്മുടെ പൈസ ഒക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് ചിക്പേട്ടിൽ നിന്ന് വീഡിയോ എടുത്തില്ല. ആൻഡ് ചിക്പേട്ടിൽ ഷോപ്പിങ്ങിന് വീഡിയോ എടുത്തില്ല, നമ്മൾ വെറുതെ അവിടെ ഇവിടെ ഒക്കെ ഇരിക്കണ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിന്ന് റിട്ടേൺ പോവാണ്. പിന്നെ ഞങ്ങളൊരു സംഭവം തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞങ്ങൾ കുറച്ചും കൂടി ബിഗ് സ്കെയിലിൽ തുടങ്ങാൻ പോകണത് അല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. ആൻഡ് പിന്നെന്താ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ പറയാം. ഇവിടെ ഒരു ഓഫർ ഉണ്ട് കേട്ടോ. അലീന പറഞ്ഞതാ. എത്ര രൂപയുടെ അലീന? അല്ല, എത്ര രൂപയുടെ ആയിരുന്നു? 17,000 മേടിച്ച 4,000 നമുക്ക് ഡിസ്കൗണ്ട് ആണ്. അപ്പൊ എല്ലാവരും താല്പര്യമുള്ളവര്, ഇത് ബ്രാൻഡ് പ്രൊമോഷൻ അല്ല, എല്ലാവരും താല്പര്യമുള്ളവര് ഇവിടെ ഒന്ന് മേടിക്കുക. അതൊന്നും പറയില്ല. ആക്ച്വലി നമ്മുടെ ബാംഗ്ലൂരിലത്തെ ലുലുമാൾ വാസ് വെരി ബിഗ് ആൻഡ് ബിഗും പിന്നെന്താ ഭയങ്കര അടിപൊളിയാ അല്ലേ. യെസ്, പറയും അലീന സംസാരിക്കും. നെക്സ്റ്റ് നമ്മൾ ഹായ് പിന്നെയും ഇപ്പൊ എവിടെയാന്ന് പറഞ്ഞേ? നമ്മൾ ഹൈപ്പറിലാണ്. ഹൈപ്പറിൽ നമ്മള് സാധനങ്ങൾ മേടിക്കാനല്ല, അലീനക്ക് ഫെസ്റ്റിയാണ്. ഫെസ്റ്റി അലീന ഫെസ്റ്റി. അലീന എന്തെടുക്കണേ? ഞാൻ കുടിച്ചു കാണിച്ചു തരാം. കുടിച്ച് കാണിച്ചു തരണ്ട. സോ നമ്മൾ എന്തൊക്കെ മേടിച്ചു? നമ്മൾ ഇത് മേടിച്ചു. ഒരു കൊക്കക്കോള വരെ ഞങ്ങൾ മേടിച്ചു. കൊക്കക്കോള, നല്ല ടേസ്റ്റ് ഉള്ള കൊക്കക്കോള. ക്രസന്റ് അല്ലേ ഇത്? എത്ര? 425 രൂപ. അത്രേ ഉള്ളൂ. അഗെയിൻ അലീനയുടെ മീൽ ടൈം. അലീന ഇങ്ങനെ അലീന ഫുഡി ആവാൻ പോവാ. ഹലോ ഫുഡീസ്. അപ്പൊ നമ്മള് ഡെഡായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡെഡായി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി. നമ്മളിപ്പോ രാത്രി 11 മണിക്ക് ട്രെയിന്. ഞങ്ങൾ ആ ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ കബ്ബൺ പാർക്ക് വന്നൊക്കെയാ. ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ 6 മണി വരെ ഉള്ളൂ. ഇപ്പൊ 5 മണിയായി. എന്തൊരു കഷ്ടമല്ലേ. കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോലെ. പിന്നെ നമ്മുടെ വ്ളോഗ് എല്ലാവരും നമ്മളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്, ഉഷാറാണ്ട് പോയില്ലേ. പിന്നെ റൗഡി മാതിരിടാ. അതാ നീ പക്ക റൗഡി തന്നെടാ. റൗഡി മാതിരി തന്നെ. ഒക്കെ കഴിഞ്ഞു. ബൈ, ഗുഡ് നൈറ്റ്. പക്ഷെ ഞങ്ങൾക്ക് ട്രെയിനൊക്കെ 11 മണിക്കാണ്. 7 മണി ആയിട്ടുള്ളൂ. 11:10 ട്രെയിൻ. എല്ലായിടത്തും ഞങ്ങള് പുറത്തായി. കബ്ബൺ പാർക്കും അടച്ചു, ഒക്കെ അടച്ചു. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ എന്താ പറയുന്നത്? അപ്പോ ഇനിയിപ്പോ ഞങ്ങള് തിരിച്ചു പോണതാണ്. ഒരു വലിയ വ്ളോഗാക്കി ചെയ്യാനാണ്. നിങ്ങളെല്ലാരും ഇത് ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് ഞങ്ങളൊരു വ്ളോഗർ മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾ പറയണം. ഞങ്ങളാണെന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളത് പറയണം. കളർ പോയല്ലേ. ട്രെയിൻ വിശേഷങ്ങളായിട്ട് കഴിഞ്ഞില്ലേ? ഞങ്ങൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഇവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോ ഇവിടുത്തെ വെയിറ്റിംഗ്. ഇവിടെ ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള കുറച്ച് ഈ
ഈ ബംഗാളികളെ തോന്നുന്നുണ്ട്, ഇടിക്കാൻ തോന്നുന്നതാണ് തോന്നുന്നത്. ഒരുമാതിരി എന്താ ലൈക്ക് ഒരു വൈഫിൻ്റെ അടുത്ത് ആളുടെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും പക്ഷെ ആള് ഫണ്ണി ആയിട്ടാട്ടോ നോക്കണം. ഇങ്ങനൊക്കെ നോക്കണേ എന്ത്. എന്നാ ഞാനും അവന് നോക്കുമ്പോ അവനക്ക് മൈൻഡ് ചെയ്യാനേ വയ്യ, ഒരു ഇടിയായിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. നമ്മൾ പാവല്ല, ചെക്കൻ പാവല്ല ചോദിച്ച് വിട്ടോഞ്ഞ. പിന്നെ ആക്ച്വലി ഇനി നമ്മുടെ എൻഡിങ് വ്ളോഗ് എൻഡിങ് ആവാറായി. ആക്ച്വലി നാളെ രാവിലെ എന്തായാലും എൻഡ് ചെയ്യണുള്ളൂ, കുറച്ചും കൂടി ലെങ്ത് കൊടുത്തേ ഏത് ബോർഡ്. അപ്പൊ എല്ലാവരും എന്തായാലും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, എല്ലാവരും നന്നായിട്ട് ഇരിക്കുക. പിന്നെ ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. അത് നമ്മുടെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ ഫോൺ പോയി. മുടി നീണ്ട പോലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ വ്ളോഗ് കഴിഞ്ഞ അടുത്ത് ഇനി നമ്മൾ എല്ലാ ദിവസവും അല്ല, വീക്കിലൊരു 2-3 വ്ളോഗ്സ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്യുക. എന്നിട്ട് ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കി തരിക. അപ്പോൾ ഞങ്ങൾ കുറേ വ്ളോഗ് ഇടും, കാരണം പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാലോ. അപ്പോൾ നമ്മളങ്ങനെ പോയി നിങ്ങളൊക്കെ എല്ലാ സ്ഥലവും കാണിച്ചു തരാം. കാത്തിരുന്ന് വെറും 2 മിനിറ്റ്സിൽ നമ്മുടെ ട്രെയിനെത്തും. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് കിടന്നുറങ്ങുകയോ ഉറക്കം വന്നിട്ട് കണ്ണൊക്കെ ബൾബായിട്ട് ഗാലീനറാണ് കൂടുതൽ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി നാളെ രാവിലത്തെ അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ ബൈ ബൈ പറയും. അത്രേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിലെത്താറായി. ഇതെവിടെ എത്തി? പാലക്കാട്. സോ നമ്മള് തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് വ്ളോഗിന്റെ ലാസ്റ്റ്. ഉറക്കം വേണ്ട, ഭയങ്കര ക്ഷീണം. ഇനിയിപ്പോ എന്താ പരിപാടി? നേരെ വീട്ടിൽ പോവാ. ഭയങ്കരമായിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.